ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുഞ്ഞൂസ് വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് പുഴമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് പുഴമീൻ കേട്ടോ, ചെറിയ മിക്സറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ചട്ടിയിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ചാരം എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കല്ലിലാണ് ഇത് തേച്ചെടുക്കുന്നത്. രണ്ട് മെത്തേഡ് ചെയ്യാം. പൊതുവെ ആളുകൾ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ കല്ലിലിട്ട് ഉരച്ച് അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ കളയുന്ന ഒരു മെത്തേഡാണ് പൊതുവെ നമ്മൾ ചെയ്യാറ്. പിന്നെ പണ്ടത്തെ ആളുകൾ കൂടുതലും യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഫസ്റ്റിൽ കല്ലിലിട്ട് ഉരയ്ക്കുന്ന ഒരു മെത്തേഡ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ചട്ടിയിൽ കല്ലുപ്പിൽ മീനിട്ട് വയ്ക്കും. അതിന് ശേഷമാണ് ഇതുപോലെ കല്ലിലിട്ട് ഉരച്ചെടുക്കുന്നത്. ഇങ്ങനെ ഓരോന്നും നമ്മളെടുത്ത് ഉരച്ച് എടുക്കണം. അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ വരുന്ന രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞ ചാരം എടുത്ത് വയ്ക്കാൻ പറഞ്ഞ ആ ഒരു രീതിയിലുള്ള മെത്തേഡ് വരുന്നത്. അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ ചാരം എടുത്ത് വയ്ക്കുക. ഈ ചാരത്തിൽ ആദ്യം നമ്മൾ മീൻ മുക്കി എടുക്കുക. ഇതുപോലെ രണ്ട് സൈഡും എടുത്ത് ഇതുപോലെ നമ്മൾ വാലിൻ്റെ ഭാഗത്തുനിന്ന് തലഭാഗത്തേക്ക് അത് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്കത് ചെതമ്പിൽ പോയി കിട്ടും. പിന്നെ തലയും വാലും മുറിച്ച് കളഞ്ഞ് നമുക്ക് അതിൻ്റെ ഉള്ളിലെ വേസ്റ്റ് കൊടുത്ത് കളഞ്ഞ് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് നന്നാക്കിയെടുക്കാം. ഈ രണ്ട് മെത്തേഡിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. സിമ്പിളായിട്ട് നമുക്ക് മീനിൻ്റെ ചെതമ്പല കളഞ്ഞെടുക്കാൻ പറ്റും. പുഴമീനൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കൊച്ചറിവ്, എൻ്റെ ഒരു അറിവ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അടുത്ത നല്ല കൊച്ചു വീഡിയോയുമായും ഇതുപോലത്തെ ടിപ്സായിട്ടൊക്കെ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പുഴമീൻ കിട്ടുവാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈയും ചെയ്ത് നോക്കണം. നമ്മൾ വെറുതെ ഒരാൾ പറയുന്നത് കേട്ട് അങ്ങനെയാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വിടരുത്. നമ്മൾ ചെയ്ത് നോക്കുമ്പോഴല്ലേ കറക്റ്റ് ശരിയാണോ അല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിട്ടുപോകരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം അപ്പോൾ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്നെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി കൂട്ടുകാരെനിക്കുണ്ട്. അവർക്ക് എല്ലാവർക്കും നല്ലത് പറ്റേ എന്ന പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ അടുത്തൊരു കൊച്ചു വീഡിയോയുമായി വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.